പിണറായിയുടെ മൂന്നാം ഭരണത്തിന് വഴി തുറക്കുന്ന ജനവിധിയെന്ന് സമ്മതിച്ച CPM-ന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരം. ഭരണവിരുദ്ധ വികാരം ശക്തമെന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പ്. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ, അൻവർ ഇടഞ്ഞ് അപ്പുറത്ത് പോയി ഒടുവിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എന്ന് കണ്ടപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ തന്നെ ഇപ്പോൾ വിജയിച്ചു കളയാം എന്ന് പറഞ്ഞിറക്കുന്നു. ആ സ്ഥാനാർത്ഥിയാണെങ്കിൽ നിലമ്പൂരുകാരനാണ്. കേരളം ആകെയുള്ള ആളുകൾ എനിക്ക് നിലമ്പൂരിൽ വോട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പ്രവഹിക്കുന്നു. ഒടുവിൽ വോട്ടെണ്ണിയപ്പോൾ അൻവർ ഉണ്ടായിട്ടും 11,077 വോട്ടിന്റെ തോൽവി. തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. എന്തെങ്കിലും പോരാ, സ്വപ്പ കനമായിട്ട് തന്നെ വേണം. എന്നാ അമ്മിക്കലത്ത് ഒഴുകിക്കോ. അതും മതിയാവൂന്ന് തോന്നുന്നില്ല. പൊരിഞ്ഞ പോരാട്ടമല്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും CPM-ന് പ്രഹരമാണോ ഈ പരാജയം? ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. എന്തേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. CPM-ന് പ്രഹരമാണെന്ന് ഞാൻ പറയില്ല. ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ്. ഉപതെരഞ്ഞെടുപ്പിൽ ജയാപജയങ്ങളൊക്കെ സ്വാഭാവികമാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. VD സതീശനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വം തന്നെ ചോദിക്കപ്പെടുവാൻ അത്രത്തോളമുള്ള പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിനുള്ളൂ. വെറും 8 മാസം ബാക്കിയിരിക്കുമ്പോൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ്. ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം അതേ രീതിയിൽ പൊതുതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയില്ല. പക്ഷേ ഇത് തോറ്റിരുന്നെങ്കിൽ UDF-നും കോൺഗ്രസിനും ആത്മവിശ്വാസം നഷ്ടപ്പെടുമായിരുന്നു. അപ്പോൾ അത് സംഭവിച്ചില്ല. അത് മാത്രമാണ് അതിന്റെ പ്രാധാന്യം. LDF-നെ സംബന്ധിച്ചു ഒരു ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല, UDF-ന് വലിയ മേൽക്കോയ്മയുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ മത്സരിച്ച് ജയിക്കും. അത്രേ ഉള്ളൂ. പക്ഷെ CPM-ന് പറ്റിയ ഒരു അബദ്ധം എന്ന് പറയുന്നത്, അവർ ആദ്യം ആലോചിച്ചത് പ്രാദേശികമായിട്ടുള്ള ചില നേതാക്കന്മാരെ, സ്ഥാനാർത്ഥികളെ, പാർട്ടിക്കാരല്ലാത്ത ആളുകളെ, ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള ചില ആളുകളൊക്കെ. അപ്പോൾ UDF സ്ഥാനാർത്ഥി മുസ്ലിം ആണെങ്കിൽ LDF സ്ഥാനാർത്ഥി ക്രിസ്ത്യാനിയായിരിക്കും, മറിച്ചാണെങ്കിൽ തിരിച്ചായിരിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിരുന്നു. അങ്ങനെ പല പേരുകളും ചർച്ചയിലുണ്ടായിരുന്നു. പക്ഷെ അവസാനം PV അൻവർ റിബലായിട്ട് നിൽക്കും, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ എതിർത്ത് ഒരു സ്ഥാനാർത്ഥിയാവുമെന്ന് കേട്ടപ്പോൾ ഇവർക്ക് ഒരു വലിയ പ്രതീക്ഷ ഉണ്ടായി. കാരണം വിനു നേരത്തെ സൂചിപ്പിച്ച പോലെ ആര്യാടൻ ഷൗക്കത്ത് ശക്തനായ ഒരു സ്ഥാനാർത്ഥി അല്ല എന്നൊരു ധാരണ ചില ആളുകളുടെ ഉണ്ട്. അദ്ദേഹം മോശം സ്ഥാനാർത്ഥിയാണെന്നല്ല, അദ്ദേഹം മോശക്കാരനൊന്നുമല്ല, നല്ല സ്ഥാനാർത്ഥി തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ആ മണ്ഡലത്തിനകത്ത് ലീഗുകാരുടെ ഇടയിലും, നേരത്തെ പറഞ്ഞ മതമൗലികവാദികളുടെ ഇടയിലും, തീവ്രവാദികളുടെ ഇടയിലൊന്നും വലിയ സ്വീകാര്യതയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടാവുന്ന കുറേ വോട്ടുകൾ അൻവറിലേക്ക് പോകും എന്നൊരു പ്രതീക്ഷിച്ചു. അത് പോവുകയും ചെയ്തു. നമ്മൾ വിചാരിച്ച പോലെയല്ല, ശരിക്കും പോയിട്ടുണ്ട്. അന്യഥ ഷൗക്കത്തിന് കിട്ടുമായിരുന്ന വോട്ടുകൾ അൻവറിലേക്ക് പോയി. അതിന്റെ കാരണം ഇതാണ്. അവിടെ VS ജോയിയോ മറ്റേതെങ്കിലും സ്ഥാനാർത്ഥിയോ ആയിരുന്നെങ്കിൽ ഈ തീവ്രവാദികളൊക്കെ വളരെ സന്തോഷത്തോടെ അവർക്ക് വോട്ട് ചെയ്തത്, കൈപ്പറ്റിക്കുക തന്നെ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ LDF കണക്ക് കൂട്ടിയത് അവിടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി, അത് പാർട്ടിക്കാരനെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുകയാണെങ്കിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. അതിനൊരു നേർച്ചക്കോഴിയായിട്ടാണ് സ്വരാജിനെ അവതരിപ്പിച്ചത്. അല്ല, അത് പിന്നെ യാതൊരു മുന്നറിയിപ്പില്ലാന്ന് ഇടിച്ച ആരായാലും വീണു പോകും. പിന്നെ അടിക്കാൻ വരുന്നവ നോട്ടീസും മുന്നറിയിപ്പൊക്കെ തന്നിട്ടല്ലേ അടിക്കാൻ വരുന്നത്. എടാ, പിന്നീന്ന് വരുന്ന അടി എങ്ങനെയാ തടുക്കേണ്ടതെന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? പിന്നെന്താ, സാംസ്കാരിക നായകരൊക്കെ വന്നിടപെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കി, KN കുഞ്ഞമ്മദിന്റെ വോട്ട് ചെയ്ത് പ്രസംഗം കേട്ട് ആരെങ്കിലും ഈ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു? നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ. അതൊക്കെയാണ് ഇവർക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞത്. KN കുഞ്ഞമ്മദ്, അശോകൻ ചെരുവിൽ, ഇങ്ങനെയുള്ള ബുദ്ധിജീവികളൊക്കെ പോയിട്ട് നിലമ്പൂര് പാവപ്പെട്ട ആളുകൾ, കർഷകർ, കൃഷിഫലന്മാർ, കൃഷി ചെയ്ത് വലഞ്ഞുപോയ ആൾക്കാർ, അല്ലെങ്കിൽ ആദിവാസികൾ, ഇത് മാത്രമല്ല, ഒരു മികച്ച സ്ഥാനാർത്ഥിയെ ചോദിച്ചു വാങ്ങിയ കോൺഗ്രസ് നേതാക്കൾക്ക് അഭിവാദ്യം അർപ്പിച്ചവരുമുണ്ട്. ഇന്നിപ്പോൾ എന്ത് പറയുമെന്തോ 11,000 വോട്ടിന് തോറ്റ സ്ഥാനാർത്ഥിയെ കുറിച്ച്. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. അല്ല, അത് പോട്ടെ. എന്റെ പൊന്ന് വീണു, നിങ്ങൾക്ക് ഈ സാംസ്കാരിക നായകന്മാരെയും നായികമാരെയൊന്നും അറിയില്ല. ഇവരൊക്കെ ആരാ മക്കളെന്നറിയാമോ? അവരൊക്കെ സത്യത്തിൽ ഇന്ന് സന്തോഷിക്കുകയാണ്. ഇവരാരെങ്കിലും വല്ല ആത്മാർത്ഥ ഉണ്ടായിട്ട് പറഞ്ഞത് ഇതൊക്കെ ഒരിക്കലും അല്ല. ഈ സ്ഥാനാർത്ഥി നോക്കണം, ഇവൻ മുടിഞ്ഞ് വെണ്ണീറാണെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ മാതിരി പ്രസ്താവനയൊക്കെ നടത്തുന്നത്. അല്ലാതെ അതിനൊന്നും യാതൊരു ആത്മാർത്ഥയില്ല. സത്യം പറഞ്ഞ് രാഷ്ട്രീയക്കാരെ കൊച്ചു നോക്കും, ഇല്ല ഇവരായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ എത്ര പാവങ്ങളാണ്, വെറും ശുദ്ധഗതിക്കാരാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നിർത്തി വലിയൊരു ഓളം ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷെ അടുത്ത സ്റ്റേജിൽ തന്നെ അവർക്ക് മനസ്സിലായി സംഗതി ഏക്കില്ല എന്നുള്ളത്. കാരണം ആര്യൻ ഷൗക്കത്ത് അത്രയും മുന്നിലായി. പിന്നെ UDF-ന്റെ പ്രചരണ സംവിധാനം പണ്ടത്തെ പോലെയല്ല, ഒരുപാട് മെച്ചപ്പെട്ടു. ഈ ടീം സതീശൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് സതീശൻ, ഷാഫി പറമ്പിൽ, വിഷ്ണുദാസ്, AP അനിൽകുമാർ, നമ്മുടെ സണ്ണി, അതുപോലെ അടൂർ പ്രകാശ്, ഈ സംഘം വന്നപ്പോൾ അതിനൊരു കെട്ടുറപ്പ് വർദ്ധിച്ചു പാർട്ടിയുടെ ലീഡർഷിപ്പിൽ. അവരുടെ പ്രവർത്തനവും അതുപോലെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനമായിരുന്നു. കിട്ടാവുന്ന ഓരോ വോട്ടും
യന്ത്രത്തിലെത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. ഇത് തൃക്കാക്കരയിൽ പരീക്ഷിച്ച് വിജയിച്ചാണ്, പാലക്കാട്ടും വിജയിച്ചാണ്. പുതുപ്പള്ളി അവൻ്റെ പ്രത്യേകം പറയേണ്ടതില്ല, പ്രത്യേക വൈകാരിക സാഹചര്യത്തിൽ ഉണ്ടാകും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ചിട്ടയായ പ്രവർത്തനവും കെട്ടുറപ്പുള്ള നേതൃത്വം ഉണ്ടായി. അതുകൊണ്ടാണ് ജയിക്കാൻ പറ്റും. ആര്യടൻ ഷൗക്കത്ത് ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയല്ല. പക്ഷെ മണ്ഡലത്തിനകത്ത് പല കാരണങ്ങളാൽ, അത് നല്ല കാരണങ്ങളാൽ അദ്ദേഹത്തിന് വിരോധികൾ ഉണ്ടായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിന് വലിയ അത്ഭുതമൊന്നുമില്ല. സ്വരാജ് നന്നായിട്ട് ഫൈറ്റ് ചെയ്തു, LDFന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്തു. ഒടുക്കം നമുക്ക് രണ്ടുപേർക്കും കിട്ടിയില്ലല്ലേ. പരാജയപ്പെട്ടു എന്നുള്ള സത്യമാണ്. പക്ഷേ ഈ പരാജയത്തിൽ നിന്ന് LDFന് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് LDFന്റെ സംവിധാനം ശക്തമായതുകൊണ്ട്, പ്രചരണ സംവിധാനം ശക്തമായതുകൊണ്ട്, നിലപാടുകൾ മാറ്റാൻ വളരെ എളുപ്പമുള്ളതുകൊണ്ട്, അത് ആളുകളെ വിശ്വസിപ്പിക്കാൻ എളുപ്പമുള്ളതുകൊണ്ട് അവരുടെ പ്രവർത്തകരെയും അനുയായികളെയും സഹയാത്രികരെയും ഒക്കെ വിശ്വസിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ട് അവരിൽ. ഇപ്പോഴത്തെ ഈ വിജയത്തിൽ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ മതമൗലികവാദികളുടെ ഒരു സാന്നിധ്യം അത് അവർ ഇനി അങ്ങോട്ട് എല്ലാ സ്ഥലത്തും ഉപയോഗിക്കില്ലേ. ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് കിട്ടിയിട്ടാണ്. സണ്ണിക്കുട്ടി പറഞ്ഞ 101% ശരിയാണ്. ഇവരുടെ വോട്ട് പഠിക്കാത്ത ഒരു പാർട്ടിയില്ല. ഇപ്പൊ തന്നെ PDPയുടെ വോട്ട് LDFനല്ലേ കിട്ടിയത്. അല്ല, കുറഞ്ഞ വർഷം പിന്തുണയെങ്കിലും കിട്ടിയില്ല. വോട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് കൂട്ടുകൂടിയോണ്ട് ആര്യടൻ ഷൗക്കത്തിന് ചീത്തപ്പേര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വോട്ട് കിട്ടിയിട്ടില്ല, വോട്ടാൻ പറഞ്ഞ കിട്ടിയത്. പക്ഷേ ഇങ്ങനെ ഒരു സഖ്യം ചെയ്താണ് ജയിച്ചത് എന്ന് പറഞ്ഞ് കേരളത്തിലെ 139 മണ്ഡലത്തിൽ ഇവർ പ്രചരിപ്പിക്കും. അവരുടെ എല്ലാ സൈബർ ഹാൻഡിലുകളും, അവരെ പിന്തുണയ്ക്കുന്ന എല്ലാ സാംസ്കാരിക നായികമാരും, അവർക്ക് സ്വാധീനമുള്ള എല്ലാ ടെലിവിഷൻ ചാനലുകളും, അവിടുത്തെ അവതാരകരും വിനു വി ജോൺ ഒഴിച്ച് ഇത് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയില്ലെങ്കിൽ ആര്യടൻ ഷൗക്കത്ത് ജയിക്കില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവുന്നേ. നിങ്ങൾ വിചാരിക്കണ പോലെയല്ല. തിരുവിതാംകൂർ ഭാഗത്തേക്ക് ഇപ്പൊ നമ്മുടെ സാമുദായിക ധ്രുവീകരണം ഏത് നിലയിൽ നിൽക്കണമെന്ന് അറിയാമോ? പത്തനംതിട്ട ജില്ലയിൽ തന്നെ വിനു വി ജോൺ ഇറങ്ങി കിടക്കുമ്പോൾ ഒന്ന് അന്വേഷിച്ചു. പള്ളിയിൽ പോകുമ്പോൾ അവിടെ വിശ്വാസികൾ തമ്മിൽ പറഞ്ഞാൽ എന്താന്ന് കേട്ടാൽ മതി. അപ്പൊ ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പൊ അത് സത്യത്തിൽ ഞാൻ പറഞ്ഞ ഈ വിജയത്തിൽ നിന്ന് കോൺഗ്രസ് പഠിക്കേണ്ട പാഠങ്ങളുണ്ട്. തോറ്റവരുടെ പാഠങ്ങൾ അവർ പഠിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഈ വരുന്ന 8 മാസത്തേക്ക് ഇവർക്ക് ഹാർപ്പ് ചെയ്യാൻ കിട്ടുന്ന ഒരു വലിയ വിഷയമാണ്. അവരിതിനെ ഊതി കത്തിക്കും. ആ കലയിൽ CPM-കാരെ തോൽപ്പിക്കാൻ കേരളത്തിൽ ആരും തന്നെ ഇല്ല. അതിപ്പോ മുഖ്യമന്ത്രി മുതൽക്ക് ഏറ്റവും ബ്രാഞ്ചിൽ പ്രവർത്തിക്കുന്ന സഖാവ് വരെ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതേ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് പണ്ട് CPM മേടിച്ചിട്ടില്ലെന്ന് വെച്ചാൽ മേടിച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞു, ഇവര് ചെയ്യുമ്പോൾ അതൊക്കെ പുണ്യപ്രവൃത്തിയാണ്. മറ്റവർ ചെയ്യുമ്പോൾ അത് വലിയ കൊടിയ പാപമാണ്. നായരേട്ടാ, വെറുതെ അതും ഇതൊന്നും പറയണ്ട കേട്ടോ. ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കുന്നില്ലടാ. പിന്നെ അതിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ സണ്ണിക്കുട്ടി ശരിയായിട്ട് മനസ്സിലാക്കിയിട്ട് പറഞ്ഞാണെന്ന് പറയില്ല. UDFന് തന്നെയുള്ള ഒരു വലിയ പരാധീനത, അത് ന്യൂനപക്ഷം കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പാർട്ടിയാണ്, ഒരു മുന്നണിയാണ്. കേരള കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കോൺഗ്രസ് അങ്ങനെയുള്ള നിൽക്കുന്നത്. മറുഭാഗത്ത് അങ്ങനെയല്ലോ. അത് ഈ കേരളത്തിലെ ഹിന്ദുക്കളുടെ പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്, BJP അല്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുന്നു. പിന്നെ BJP ക്രമാനുഗതമായിട്ട് ശക്തിപ്പെടുന്നു. മുമ്പ് കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്ന നായർ സമുദായത്തിലും ഈഴവ സമുദായത്തിലും പെട്ട ആളുകൾ ഇപ്പോൾ BJP-കാരായിട്ട് മാറി. അപ്പൊ ആ ഭാഗം വല്ലാതെ ദുർബലമായി. ഇതാണ് കോൺഗ്രസിന്റെ സംഘടനാപരമായിട്ടും സാമുദായികമായിട്ടുള്ള ഒരു വലിയ ശൈഥില്യം എന്ന് പറയുന്നത്. അപ്പൊ അതിനൊക്കെ തിരിച്ചു കൊണ്ടുവരണം. അതിനുള്ളൊരു വലിയ ശ്രമം നടത്തണം. അപ്പോഴാണ് ഇതുപോലെയുള്ള ഈ കണ്ടകോടാലികളുമായിട്ട് സഖ്യം ചേർന്നത്. അപ്പോൾ അത് വലിയൊരു ബാധ്യതയായിട്ട് മാറും. ഞാൻ അതാണ് ഇവിടെ ഊന്നി പറയാൻ ആഗ്രഹിച്ചത്. 100% ഞാൻ യോജിക്കുന്നു.